ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുറുക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിത് യൂസ് ചെയ്യണുള്ളൂ. വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ തരിയൊന്നുമില്ലാതെ നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് വാട്ടാനായിട്ട് ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് 1.5 കപ്പ് വെള്ളം എന്നില്ല, ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് വാട്ടുന്നതിലേക്ക് നമുക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു സവോളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വെളുത്തുള്ളിയുടെ ഫ്ലേവർ അധികം കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ചെറിയൊരു ഫ്ലേവറേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു ഗ്രൈൻഡറിൽ ഇട്ടിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ല പേസ്റ്റ്, ഫൈനായിട്ട് പേസ്റ്റായി കിട്ടണം. ഇതിൻ്റെ തരിയൊന്നും പാടില്ല. ഇതുപോലെ നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ചെറിയൊരു എരിവിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ 1/4 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത്. നല്ല ജീരകത്തിൻ്റെ ഫ്ലേവറും കൂടി പോവരുത്, ജസ്റ്റ് ഒരു ഫ്ലേവർ മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് 1/4 ടീസ്പൂൺ ചേർത്തി കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വറുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ. ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യണത് ഇത് വറുത്തെടുക്കാനായിട്ട്. അരിപ്പൊടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ നേരത്തെ 1.5 കപ്പ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള സവോളയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലൊരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ വിട്ടുപോയി, കായം പൊടിച്ചതാണ്. അതൊരു 1/4 ടീസ്പൂണ് ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കായത്തിൻ്റെ പൊടി ഇടുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ആ മുറുക്കിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുക. അപ്പോൾ കായത്തിൻ്റെ പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു കുത്തലെടുക്കുക. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്തി കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് ഒന്നുകൂടെ തിള വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ലോ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടിയെല്ലാം ഇട്ട് വരുമ്പോഴത്തേക്കും വെള്ളം വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഫ്ലെയിം നല്ല ലോ ആക്കിയതിന് ശേഷം മാത്രം പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഈ വെള്ളത്തിൽ ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈ പൊടിയും വെള്ളം കൂടി എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊരു തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത്. പിന്നെ ഓരോ പൊടിക്കനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിന് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും അളവിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൊടി വേവ് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ സെപ്പറേറ്റ് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ ഒരു അളവിൽ തന്നെയാണ് ഞാനിത് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് പോകുന്നതിനെക്കാട്ടും മുൻപ് നമുക്ക് നന്നായിട്ടൊന്ന് ആവശ്യത്തിന് വെള്ളം കൂടെ തൊട്ടിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കയ്യിൽ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം അതുപോലെ തന്നെ ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ച് നന്നായിട്ട് സോഫ്റ്റായി വന്നാലേ ഇത് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഓരോ ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു ചെറിയൊരു ബോൾ എടുത്തിട്ട് കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ നീളത്തിൽ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നീളമുള്ള ഒരു പീസ് കിട്ടും. ആ ഒരു പീസ് ജസ്റ്റ് ഒന്നിങ്ങനെ സർക്കിൾ ചെയ്ത് കൊടുക്കുക, മുറുക്കിൻ്റെ ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ താല്പര്യം എന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ ഓരോ പീസ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈസി മെത്തേഡ് ഉണ്ട്, അതെന്തിൽ കാണിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ബോൾ എടുത്തിട്ട് നമുക്കതൊരു ചപ്പാത്തി പലകയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് എത്രയാണോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വലിയ ബോൾ തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ കുഴപ്പമില്ലാത്തൊരു സൈസ് ബോൾ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിലൊരു പീസ് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഓരോ പീസ്
ഇങ്ങനെ ഇതുപോലെ റിങ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഈസി ആയിട്ട് ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ അല്ലാതെ ഇങ്ങനെ തന്നെയാണ് ഇനി ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇത് കുറേ ടൈം എടുക്കും എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് സ്റ്റിക്കായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്ന ആ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഓരോ റിങ് അതിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്യുന്ന ടൈം വരെ ഇത് സ്റ്റിക്കാവാതെ തന്നെ ഇതിൽ ഇരുന്നോളും. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഈ മുറുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായോന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വെന്ത് വരില്ല. അപ്പോൾ നല്ല ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് ട്രിപ്പ് ഇടുമ്പോൾ നമ്മളെപ്പോഴും കുറച്ചിട്ട് കൊടുത്താൽ മതി. ഫസ്റ്റത്തെ ആ ഒരു ട്രിപ്പിലിടുമ്പോൾ കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എല്ലാതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഓരോന്ന് വെന്ത് തുടങ്ങുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഓരോന്ന് നമ്മളിങ്ങനെ ഓരോ ഭാഗമാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 ഭാഗം മറിച്ചിട്ടിട്ട് നമുക്കിത് ഗോൾഡൻ കളറാക്കി എടുക്കണം. ഇപ്പോൾ ഇതിൽ ആദ്യം ഇട്ടതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഗോൾഡൻ കളറായി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ 2 ഭാഗം ആ ഒരു കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഈ ഒരു കളറാകുമ്പോഴാണ് നമ്മൾ ഓരോന്ന് എടുത്ത് മാറ്റേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് നമുക്കതിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ എല്ലാതും ചെയ്തെടുക്കുക. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ക്രിസ്പിനെസ് തന്നെ ഇതിനുണ്ട്. നല്ല കട്ടൻ ചായയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ന്യൂ അപ്ലോഡ്സൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക്